വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അതിലെ 11 അധ്യായങ്ങൾ കണ്ടു. ഇപ്പോൾ 12ാമത്തെ അധ്യായം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ 12ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ബ്രഹ്മദേവൻ്റെ സൃഷ്ടി, അതിൽ സനകാദികളുടെയും അതുപോലെ സ്വായംഭുവ മനുവിൻ്റെയൊക്കെ ഉത്ഭവം ആണ് വർണ്ണിക്കുന്നത്. നമുക്ക് ഓരോരോ ശ്ലോകമായിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 12ോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇതി തേ വർണ്ണിതഃ ക്ഷത്തഃ കാലാഖ്യ പരമാത്മനഃ മഹിമാ വേദഗർഭോഥ യഥാസ്രാക്ഷീൻ നിബോധമേ. മൈത്രേയർ പറഞ്ഞു. മൈത്രേയ ഉവാച, മൈത്രേയൻ പറഞ്ഞു. എന്താ മൈത്രേയൻ പറയണത്? ഇതി തേ വർണ്ണിതഃ ക്ഷത്തഃ. ക്ഷത്തഃ എന്ന് പറഞ്ഞാൽ അത് പലതവണ പറഞ്ഞു. വിതുരൻ്റെ പേരാണ് ക്ഷത്തഃ എന്ന് പറഞ്ഞാൽ വിതുര, അല്ലയോ വിതുര. പരമാത്മനഃ കാലാഖ്യ മഹിമ. ഈ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ മഹിമ ഇതിത്തെ വർണ്ണിതഃ, അങ്ങേക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. കാലശക്തി, ആ കാലത്തെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. കാലസ്വരൂപനായ ഭഗവാന്റെ മഹിമ ഞാൻ അങ്ങേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങെന്ത് ചെയ്യൂ? മഹിമാവേദഗർഭോധ യഥാസ്രാക്ഷീൻ നിബോധമേ. ഇനി ബ്രഹ്മദേവൻ എങ്ങനെയാണ്, വേദഗർഭ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഈ ഒരു പ്രജകളെ സൃഷ്ടിച്ചത്, അത് ഞാൻ വിശദമായിട്ട് പറയാം, കേട്ടോളൂ. യഥാ അസ്രാക്ഷീത്, ഏത് പ്രകാരമാണോ സൃഷ്ടിച്ചത്, മേ നിബോധ, അത് അങ്ങ് എന്നോട് കേട്ട് ധരിക്കുക. ഞാൻ പറഞ്ഞത് അങ്ങ് വിസ്തരിച്ച് കേൾക്കൂ. ഞാനത് പറയാം, അങ്ങത് ശ്രദ്ധിച്ച് കേൾക്കൂ എന്നാണ്. സസർജാഗ്രേ അന്ധതാമിശ്രം അധതാമിശ്രമാധികൃത് മഹാമോഹം ച മോഹം ച തമശ്ചാജ്ഞാനവൃത്തയഃ. സസർജാഗ്രേ അന്ധതാമിശ്രം. സസർജ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. അഗ്രേ ആദ്യം എന്ത് സൃഷ്ടിച്ചു? അഗ്രേ ആദികൃത് തമഹ ച മോഹം ച മഹാമോഹം ച താമിശ്രം അധ അന്ധതാമിശ്രം സസർജ. ഇങ്ങനെയാണ് അന്വയിക്കേണ്ടത്. സസർജാഗ്രേ ആണ് ആദ്യം സൃഷ്ടിച്ചു. എന്ത്? തമഹ ച മോഹം ച, തമസിനെയും മോഹത്തെയും. മഹാമോഹം ച താമിശ്രം, മഹാമോഹത്തെയും താമിശ്രത്തെയും. പിന്നെ അന്ധതാമിശ്രം സസർജ സൃഷ്ടിച്ചു. ഇത്രയണത്തെ സൃഷ്ടിച്ചു. ഇതൊക്കെ എന്താണുള്ളത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ സാങ്കേതിക പദങ്ങൾ കേൾക്കുമ്പോഴുള്ള വിഷമാണ്. എന്താണുള്ളത് ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ വിസ്തരിക്കും. അജ്ഞാനവൃത്തയ, ഇതൊക്കെ അജ്ഞാനവൃത്തികളാണ്. ഈ പറഞ്ഞ 5ഉം, താമിശ്രം, അന്ധതാമിശ്രം, മോഹം, തമസ്, മഹാമോഹം, ഇതൊക്കെ അജ്ഞാനവൃത്തികളാണ്. അജ്ഞാനവൃത്തയ, ഈ 5ഉം അവിദ്യയുടെ സ്വഭാവ ഭേദങ്ങളാണ്. അപ്പം തമസ് എന്താണ്? തമസ് എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം അറിയാതിരിക്കുന്നതിനെയാണ് തമസ് എന്ന് പറയുക. തമഹ, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, ഇത്രയെണ്ണല്ലേ എന്നുള്ളത് പറയുകയാണ്. തമഹ എന്ന് പറഞ്ഞാൽ തമസ്, ആത്മസ്വരൂപം അറിയാതിരിക്കുന്നതിനെയാണ് തമസ് എന്ന് പറയുക. പിന്നെയോ അടുത്തത് മോഹം. മോഹം എന്ന് പറഞ്ഞാൽ ദേഹാദികളിലുള്ള അഹംബുദ്ധിക്കാണ് മോഹം എന്ന് പറയുക. ശരീരം മുതലായതിൽ, ശരീരം, മനസ്സ് മുതലായതിലൊക്കെ ഞാൻ എന്നൊരു തോന്നൽ, അതിനെയാണ് മോഹം എന്ന് പറയുക. ആത്മസ്വരൂപം അറിയാതിരിക്കുന്നതിനെ തമസ് എന്ന് പറയും. അതറിയാണ്ടിരുന്നാൽ വേറെ പലതിലും ഞാൻ എന്ന് വിചാരിക്കും. ശരീരാദികളിലൊക്കെ ഞാനെന്ന തോന്നലാണ് മോഹം. ഇനി മഹാമോഹം എന്ന് പറഞ്ഞാലോ, വിഷയാനുഭവങ്ങളിലുള്ള ആഗ്രഹം, അതാണ് മഹാമോഹം. ഭോഗേച്ഛ, കഴിക്കണം, കുടിക്കണം, കാണണം, കേൾക്കണം, ഈ ഒരു വിചാരം. ഇനി താമിശ്രം, ഇനി ഇങ്ങനെ കഴിക്കണം, കുടിക്കണം, കാണണം, കേൾക്കണം, തൊടണം എന്നൊക്കെ വിചാരിക്കുന്നതിൽ വല്ല തടസ്സവും വന്നാൽ ഉണ്ടാവുന്ന ഭാവം. ആശാഭംഗം നേരിടുമ്പോഴുള്ള ക്രോധത്തെ, ദേഷ്യത്തെയാണ് എന്ത് പറയണത് ഇവിടെ? താമിശ്രം എന്ന് പറയണത്. വിഷയാനുഭവങ്ങളിലുള്ള ആഗ്രഹത്തെ മഹാമോഹം എന്ന് പറയും. ആഗ്രഹത്തിന് തടസ്സം നേടുമ്പോൾ ഉണ്ടാകുന്ന ക്രോധത്തെ താമിശ്രം എന്ന് പറയും. ഇനി വിഷയങ്ങളൊക്കെ നശിക്കുമ്പോൾ,
താൻ നശിച്ചതായിട്ട് കണക്കാക്കുക. ഒന്നും കഴിക്കാൻ പറ്റാതെയാകുമ്പോൾ ഞാൻ നശിച്ചു, ഒന്നും കാണാൻ പറ്റാതെയാകുമ്പോൾ എൻ്റെ കഥ കഴിഞ്ഞു, ഒന്നും കേൾക്കാൻ പറ്റാതെയാകുമ്പോഴേക്കും ഞാൻ മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒന്നിനും വയ്യ, ഞാൻ ഒന്നിനും കൊള്ളില്ല, ഈ ഒരു തോന്നൽ ആണ് അന്ധതാമിശ്രം. വിഷയങ്ങൾ നശിക്കുമ്പോൾ ഞാൻ നശിച്ചു, വീട് നശിക്കുമ്പോൾ ഞാൻ നശിച്ചു എന്നും, ശരീരം ക്ഷയിക്കുമ്പോൾ ഞാൻ ക്ഷയിച്ചു എന്നും, ധനം നഷ്ടപ്പെടുമ്പോൾ ഞാൻ തന്നെ പോയി എന്നും എന്ന് വിചാരിക്കുക. വിഷയാനുഭവം നശിക്കുമ്പോൾ താൻ നശിച്ചതായിട്ടുള്ള തോന്നലിനെയാണ് അന്ധതാമിശ്രം എന്ന് പറയാം. ഇവ അഞ്ചും അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അവിദ്യയുടെ പ്രവർത്തനങ്ങളാണ്. ഇതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ഈ അജ്ഞാനം പോയ പിന്നെ പ്രപഞ്ചമില്ല, ജ്ഞാനിക്ക് പ്രപഞ്ചമില്ല. ഇവയില്ലെങ്കിൽ പ്രപഞ്ചം പ്രതിഭാസിക്കില്ല, പ്രപഞ്ചം എന്നൊരു തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് ആദ്യം ഈ പറഞ്ഞതിനെയൊക്കെ സൃഷ്ടിച്ചു. വ്യക്തമായില്ലേ? ദൃഷ്ട്വാ പാപീയസീം സൃഷ്ടിം നാത്മാനം ബഹ്വമന്യത ഭഗവദ്ധ്യാനപൂതേന മനസാന്യാം തതോ സൃജത്. ദൃഷ്ട്വാ പാപീയസീം സൃഷ്ടിം ദൃഷ്ട്വാ, ഈ ഒരു പാപബഹുളമായ ഈ ഒരു സൃഷ്ടിയെ കണ്ടിട്ട് അജ്ഞാനവൃത്തികൾ ജീവന്മാരെ പാപം ചെയ്യിച്ച് നരകത്തിൽ വീഴ്ത്തുക, ഇതങ്ങോട്ട് കണ്ട സമയത്ത് ഈ അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ച ബ്രഹ്മാവിന് വലിയ സന്തോഷം ഉണ്ടായില്ല. നാത്മാനം ബഹ്വമന്യത, തന്നെക്കുറിച്ച് ഒരു സന്തോഷം, തന്നെ അഭിനന്ദിക്കാൻ തോന്നിയില്ല. താൻ ചെയ്ത പ്രവൃത്തി വളരെ മോശമായി പോയല്ലോ എന്നൊരു തോന്നൽ. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവത് ധ്യാനപൂതേന, ഭഗവാനെ നല്ലോണം ധ്യാനിച്ചിട്ട് തൻ്റെ മനസ്സിനെ ശുദ്ധമാക്കി, പണ്ടത്തേക്കാൾ അങ്ങോട്ട് ഒന്നും കൂടി ഭഗവത് ധ്യാനപൂതേന, ഭഗവത് ധ്യാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് ശുദ്ധമായി. എന്നിട്ട് ആ മനസ്സുകൊണ്ട് അജ്ഞാനവൃത്തികളെ നശിപ്പിക്കുന്നവയെ സൃഷ്ടിച്ചു. അജ്ഞാനവൃത്തികളെ ഇല്ലാതെയാക്കാൻ പാകത്തിനുള്ളതിനെ സൃഷ്ടിച്ചു. അതാരൊക്കെയാണ്? സനകം ച സനന്ദം ച സനാതനമഥാത്മഭൂ സനത്കുമാരം ച മുനീൻ നിഷ്ക്രിയാനൂർധ്വരേതസഃ. സനകം ച സനന്ദം ച, സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, ഇങ്ങനെയുള്ള 4 ഋഷിമാരെ സൃഷ്ടിച്ചു, ഋഷികുമാരന്മാരെ. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്ന വൃത്തികളെല്ലാം ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരുന്നു ഈ 4 പേരും. അതാണ് ഊർധ്വരേതസഃ, അങ്ങനെയാണ് ഇവരെ പറ്റി പറയാം. അവർക്ക് ധർമാർത്ഥ കാമങ്ങളിൽ താല്പര്യമില്ല, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവരാണ്. അതാണ് ഊർധ്വരേതസഃ, ഇന്ദ്രിയ സംയമനം ചെയ്തവരാണെന്നർത്ഥം. പിന്നെയോ താൻ ബഭാഷേ സ്വഭൂഃ പുത്രാൻ പ്രജാഃ സൃജതപുത്രകാഃ തന്നൈച്ഛന്മോക്ഷധർമാണോ വാസുദേവപരായണാഃ. താൻ ബഭാഷേ, അവരോടായിട്ട് പറഞ്ഞു ബ്രഹ്മാവ്. എന്ത് പറഞ്ഞു? പുത്രാൻ, ആ പുത്രന്മാരോടായിട്ട് എന്ത് പറഞ്ഞു? പ്രജാഃ സൃജതപുത്രകാഃ, അല്ലയോ കുട്ടികളെ, നിങ്ങൾ പ്രജാഃ സൃജത, നിങ്ങൾ ധാരാളം പ്രജകളെ സൃഷ്ടിക്കുവിൻ. തന്നൈച്ഛൻ മോക്ഷധർമാണഃ, തത് എന്ന് പറഞ്ഞാൽ അത്, ന ഐച്ഛത് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? അവർക്ക്. എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല? മോക്ഷധർമാണഃ, അവർക്ക് മുക്തിമാർഗമാണ് താല്പര്യം. അതുകൊണ്ട് അവർക്ക് ഈ കാമവിഷയങ്ങളൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ മോക്ഷധർമാണഃ, മുക്തിമാർഗത്തിൽ താല്പര്യമുള്ളവരും വാസുദേവപരായണാഃ, അവർ മനസ്സെപ്പോഴും ഭഗവാനിലാണ്, വാസുദേവനിലായതുകൊണ്ട് അവർ ഈ വിഷയം അംഗീകരിച്ചില്ല. സോവധ്യാതഃ സുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈഃ ക്രോധം ദുർവിഷഹം ജാതം നിയന്തും ഉപചക്രമേ. സോവധ്യാതഃ, സഹ അവധ്യാതഃ, അവധ്യാതഃ സഹ. അവധ്യാതഃ പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട. താനൊരു കാര്യം പറഞ്ഞപ്പോൾ തൻ്റെ മക്കൾ കേട്ടില്ല, സനകാദികൾ കേട്ടില്ല, അപ്പം തന്നെ അവഗണിച്ചില്ല അവരെന്നൊരു തോന്നൽ ആർക്ക്? ഈ ബ്രഹ്മദേവന്. അപ്പം സൃഷ്ടി ചെയ്യണമെന്ന് തൻ്റെ ആജ്ഞയെ അവഗണിച്ച സമയത്ത് ആ ബ്രഹ്മദേവന് ദേഷ്യം വന്നു. ഇതാണ് സോവധ്യാതഃ സുതൈഹി പറഞ്ഞ മക്കൾ. ഏവം പ്രകാരം അവർ തൻ്റെ ആജ്ഞയെ ധിക്കരിച്ചപ്പോൾ ബ്രഹ്മാവൻ എന്തുണ്ടായി? സഹ ദുർവിഷഹം ജാതം ക്രോധം നിയന്തും ഉപചക്രമേ. ആ ബ്രഹ്മദേവന് ദുർവിഷഹമായ, സഹിച്ചു കൂടാൻ പറ്റാത്ത വിധത്തിലുള്ള ക്രോധത്തെ, ജാതം ക്രോധം ഉണ്ടായ ആ ക്രോധത്തെ നിയന്തും ഉപചക്രമേ,
ഒതുക്കാൻ ആവണതുപോലെ ശ്രമിച്ചു. അസഹ്യമായ കോപം ബ്രഹ്മദേവനുണ്ടായി. ആ കോപം പുറമേക്ക് കാണിക്കണ്ടെന്ന് കരുതി അദ്ദേഹം ഉള്ളിലത് അടക്കാൻ ശ്രമിച്ചു. പക്ഷേ അടങ്ങിയില്ല, അത് പുറമേക്ക് വന്നു എന്നാണ്. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോ ജായത തന്മന്യു കുമാരോ നീലലോഹിത. ധിയാ നിഗൃഹ്യമാണോപി, ധിയാ നിഗൃഹ്യമാണോപി, ധിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയാൽ, ധീ പറഞ്ഞ ബുദ്ധി, ധിയ പറഞ്ഞ ബുദ്ധിയാൽ, ബുദ്ധിയാൽ നിഗൃഹ്യമാണ അപി, ബുദ്ധിയാൽ അടക്കാൻ നോക്കിയിട്ടും കൂടി ഭ്രുവോർ മധ്യാത് പ്രജാപതേ, ഭ്രുവോഹോ എന്നാൽ പുരികങ്ങളുടെ, ഇരുപുരികങ്ങളുടെയും, ഭ്രൂ പറഞ്ഞ പുരികം, രണ്ട് പുരികത്തിൻ്റെയും നടുവിൽ നിന്ന്, മധ്യാത് നടുവിൽ നിന്ന്, ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർ മധ്യാത് പ്രജാപതേ, പ്രജാപതിയുടെ ആ ഭ്രൂമധ്യത്തിൽ നിന്ന്, പ്രജാപതി ബ്രഹ്മദേവൻ്റെ ആ ഭ്രൂമധ്യത്തിൽ നിന്ന് സദ്യോ ജായത, സദ്യ അജായത, പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു, അജായത ഉണ്ടായി. ആരാണ്ടായത്? തന്മന്യുഹു ആണ്. ആ കോപം തൻ്റെ ബുദ്ധിയാൽ ഒതുക്കാൻ നോക്കിയിട്ടും അത് പറ്റാതെ ആ ഒരു കുമാരൻ അതിൽ നിന്നുണ്ടായി. ആര്? നീലലോഹിത, കറുപ്പും ചുവപ്പും നിറം ചേർന്ന ഇതാണ്, അത് നീലലോഹിത, കറുപ്പും ചുവപ്പും, അതാണ് രുദ്രൻ. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോ ജായത തന്മന്യു കുമാരോ നീലലോഹിത. നീലയും ചുവപ്പും നിറമുള്ള, അല്ലെങ്കിൽ കറുപ്പും ചുവപ്പും നിറമുള്ള ഒരു പുത്രനായിട്ട് പുറത്തേക്ക് പുറപ്പെട്ടു. സവൈരുരോധദേവാനാം പൂർവജോ ഭഗവാൻ ഭവഃ നാമാനി കുരു മേ ധാതഃ സ്ഥാനാനി ച ജഗദ്ഗുരോ. സവൈരുരോധദേവാനാം പൂർവജോ ഭഗവാൻ ഭവഃ. ദേവാനാം പൂർവജഃ, എല്ലാ ദേവന്മാർക്കും മുമ്പുണ്ടായവനും, ഭഗവാൻ സഹ ഭവഃ, സർവജ്ഞനും സർവൈശ്വര്യപൂർണനുമായ ആ ഭവദേവൻ, രുരോധവൈ കരഞ്ഞു അല്ലെങ്കിൽ നിലവിളിച്ചു എന്നാണ്. ദേവന്മാരുടെ പൂർവജനും ജ്ഞാനാദിഗുണപൂർണനുമായ, എന്നാൽ ബ്രഹ്മാവിൻ്റെ തമോ ഗുണത്തിൽ നിന്ന് പുറപ്പെട്ടവനുമായ അദ്ദേഹം രുദ്രനാകുന്നു. അദ്ദേഹം, ആ പുത്രൻ ഉറക്കം നിലവിളിച്ചു എന്നാണ്, കരഞ്ഞു. എന്താ പറഞ്ഞത്? നാമാനി കുരുമേധാതഃ, അച്ഛാ എനിക്ക് വേഗം, അല്ലയോ പിതാവേ ജഗദ്ഗുരോ, നാമങ്ങളെയും സ്ഥാനങ്ങളെയും അങ്ങ് കൽപ്പിച്ചു തരണം എന്ന്. നാമാനി കുരുമേധാതഃ സ്ഥാനാനി ച ജഗദ്ഗുരോ. ഇങ്ങനെ അദ്ദേഹം രോദനം ചെയ്തു. അങ്ങനെ രുദ്രൻ എന്ന് പേര് വന്നു. ഇത് തസ്യ വചഃ പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യധാത് ഭദ്രയാ വാച മാരോദീസ്തത് കരോമി തേ. ഇങ്ങനെയുള്ള ഇത് തസ്യ വചഃ പാത്മഹ, ഇങ്ങനെയുള്ള ആ രുദ്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് പാത്മഹ, ആ ബ്രഹ്മദേവൻ, അഭ്യധാത് ഭദ്രയാ വാച മാരോദീസ്തത് കരോമി തേ. മാരോദി എന്നാണ്, കരയരുത്. ഭദ്രയാ വാച, നല്ല മൃദുവായ ഭാഷയാൽ, അഭ്യധാത് പറഞ്ഞു, ആരോട്? രുദ്രനോട്. മാരോദീഹി, കരയരുത് രുദ്ര, കരയരുത്. തത് തേ കരോമി, നീ പറഞ്ഞതൊക്കെ നിനക്ക് ഞാൻ തരാം, അതെല്ലാം അങ്ങേക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ സമാധാനിപ്പിച്ചു. യദരോദീഹി സുരശ്രേഷ്ഠ സ്വോദ്വേഗ ഇവ ബാലകഃ തതസ്ത്വാമഭിധാസ്യന്തി നാംനാ രുദ്ര ഇതി പ്രജാഃ. യദരോദീഹി, യത് അരോദീഹി, രോദനം ചെയ്തുകൊണ്ട്, അരോദീഹി യത് തതഃ, രോദനം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് രുദ്രൻ എന്ന് പേരിട്ടു. ഭയപ്പെട്ട ബാലനെപ്പോലെ. യദരോദീഹി സുരശ്രേഷ്ഠ സ്വോദ്വേഗ ഇവ ബാലകഃ, ഒരു ബാലകനെപ്പോലെ ഉറക്കെ കരഞ്ഞതുകൊണ്ട്, രോദനം ചെയ്തതുകൊണ്ട് പ്രജകൾ നിന്നെ അഭിദാസ്യന്തി, വിളിക്കും. എന്ത് പേര്? നാംന രുദ്ര, നാംന അതാണ് രുദ്രൻ എന്ന പേര്, നാമധേയത്താൽ നിന്നെ എല്ലാവരും അഭിദാസ്യന്തി, അഭിദാനം ചെയ്യും, വിളിക്കും എന്നർത്ഥം. ഹൃദിന്ദ്രിയാണ്യസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനി മേ. ഹൃദിന്ദ്രിയാണി എന്നാണ്, ഹൃദയം, ഇന്ദ്രിയങ്ങൾ, അസു പ്രാണൻ, വ്യോമ ആകാശം, വായു വായു തന്നെ, അഗ്നി അഗ്നി, ജലം വെള്ളം, മഹി ഭൂമി. ഹൃദയം
ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി, പിന്നെ സൂര്യ, ചന്ദ്ര, സൂര്യൻ, ചന്ദ്രൻ, തപഹ, തപസ്. ഇങ്ങനെ 11 സ്ഥാനങ്ങൾ, സ്ഥാനാനി, ഇങ്ങനെ 11 സ്ഥാനങ്ങൾ മുമ്പ് തന്നെ ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൽപ്പിച്ചു കൊടുത്തു. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ നിനക്ക് വാസസ്ഥാനമായിട്ട് ഞാൻ ഈ ഒരു 11 സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. സ്ഥാനാനി അഗ്രേ കൃതാനി മേ. നിന്നെ സൃഷ്ടിക്കണ മുമ്പ് തന്നെ, മുമ്പ് തന്നെ ഞാൻ ഈ സ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്യുർമനുഹു മഹിനസഹ മഹാൻ ശിവ ഋതധ്വജ ഉഗ്രരേത ഭവക്കാലവോ വാമദേവോ ധൃതവ്രത. 11 പേരുകൾ: മന്യു, മനു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ. ഇങ്ങനെ 11 പേരുകളും ചേർത്ത് ഏകാദശ രുദ്രന്മാർ. ധീർവൃത്തിരുശനോമാച നിയുത്സർപ്പിഴിളാംബിക ഇരാവതി സുധാ ദീക്ഷ രുദ്രാണ്യോ രുദ്ര തേ സ്ത്രിയ. ഇനി പത്നിമാരുടെ പേര് പറയാണ്. ധീ, വൃത്തി, ഉശന, ഉമ ആണ്. ധീർവൃത്യുശനോമ ആണ്. ധീ, വൃത്തി, ഉശന, ഉമ. പിന്നെയോ നിയുസ്, സർപ്പിസ്, ഇള, അംബിക ആണ്. നിയുത് സർപ്പിരിളാംബിക. പിന്നെ ഇരാവതി, സുധ, ദീക്ഷ. ഇങ്ങനെ 11 പേര്. ഇരാവതി, സുധാ, ദീക്ഷ. ഇവരെ രുദ്രാണിമാർ എന്ന് പറയുന്നു. അതാണ് രുദ്രാണ്യോ രുദ്രതേ സ്ത്രീയ. ഏകാശരുദ്രന്മാരായ നിൻ്റെ ഭാര്യമാർ ഇവരൊക്കെയാണ് എന്ന് പറയണം. ഗൃഹാണൈതാനി നാമാനി സ്ഥാനാനി ച സയോഷണ ഏഭിഃ സൃജ പ്രജാ ബഹ്വീഃ പ്രജാനാമസി യത്പതി. ഗൃഹാണൈതാനി നാമാനി, ഈ സ്ഥാനങ്ങളെയും നാമങ്ങളെയും നീ സ്വീകരിച്ചു കൊള്ളുക. നാമാനി സ്ഥാനാനി ച സയോഷണ, ഈ ഭാര്യമാരുമൊത്ത്. ഏഭിഃ സൃജ പ്രജാ ബഹ്വീ, അനേകം പ്രജകളെ നീ സൃഷ്ടിക്കുക. പ്രജാനാമസി യത് പതി, അങ്ങനെ നീ പ്രജകളുടെ പതിയായിട്ട് ഭവിക്കും എന്ന് ബ്രഹ്മദേവൻ രുദ്രനോട് പറയുകയാണ്. ഇത്യാദിഷ്ട സഗുരുണാ ഭഗവാൻ നീലലോഹിത സത്വാകൃതി സ്വഭാവേന സസർജാത്മസമാഹ പ്രജാ. ഇത്യാദിഷ്ട സഗുരുണ, തൻ്റെ പിതാവ് ബ്രഹ്മദേവൻ ഇപ്രകാരം കൽപ്പിച്ചപ്പോൾ ആ ഭഗവാനായ രുദ്രൻ, ഭഗവാൻ നീലലോഹിത സത്വാകൃതി സ്വഭാവേന, തൻ്റെ ബലം കൊണ്ടും രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നോട് തുല്യരായ സസർജ ആത്മസമാഹ പ്രജാഹ, ആത്മസമാഹ, തന്നോട് തുല്യരായ പ്രജകളെ അദ്ദേഹം സൃഷ്ടിച്ചു. രുദ്രൻ സൃഷ്ടിച്ചു വിട്ട പ്രജകൾ രുദ്രനെപ്പോലെ ബലവാന്മാരും നീലലോഹിത നിറമുള്ളവരും ഉഗ്രസ്വഭാവത്തോടു കൂടിയവരും ആയിരുന്നു എന്ന് താല്പര്യം. കാരണം ആത്മസമാഹ. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താത് ഗ്രസതാം ജഗത് നിശാമ്യ ആസംഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കത. രുദ്രാണാം രുദ്രസൃഷ്ടാനാം, രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ, സമന്താത് ഗ്രസതാം ജഗത്ത്, അവർ വലിയ ഭയങ്കരന്മാരാണ്. ഈ ജഗത്തിനെ ഗ്രസിക്കാൻ പ്രാപ്തിയുള്ള അത്രയ്ക്കും വലുപ്പമുള്ളവരാണ്, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്. ഗ്രസതാം ജഗത്ത് നിശാമ്യ ആസംഖ്യശഃ, അവരുടെ സംഖ്യ എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കധികം ഉണ്ട്, എണ്ണിയാൽ തീരാത്ത അത്രയ്ക്കും സംഘങ്ങളായി അവർ ലോകത്തിൽ അങ്ങോട്ട് നിറഞ്ഞു. ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് പോലും പേടിച്ചു എന്നാണ്. പ്രജാപതി അശങ്കത, ബ്രഹ്മാവ് ഇവർ ഈ സൃഷ്ടിയെ, ഈ സൃഷ്ടിച്ച് വച്ചതിനെയൊക്കെ നശിപ്പിക്കുമോ എന്ന് ബ്രഹ്മാവ് ശങ്കിച്ചു. പതിനേഴാമത്തെ ശ്ലോകം. അലം പ്രജാഭിഃ സൃഷ്ടാഭിഃ ഈദൃശീഭിഃ സുരോത്തമ മയാ സഹ ദഹന്തീഭിർദിശശ്ചക്ഷുർഭിരുൽബണൈഃ. എന്താ പറയണത്? അലം പ്രജാഭിഃ സൃഷ്ടാഭിഃ ഈദൃശീഭിഃ സുരോത്തമ. ഹേ സുരോത്തമ, മതി എന്ന് പറയണം. അലം എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. അലം അലം എന്ന് പറഞ്ഞാൽ മതി മതി. ഈദൃശീഭിഃ സൃഷ്ടാഭിഃ, ഇപ്രകാരമുള്ള പ്രജകളുടെ സൃഷ്ടി നിർത്തൂ. ചക്ഷുർഭിഃ മയാ സഹ ദിശഃ, ഇവരുടെ ഉഗ്രങ്ങളായ നേത്രങ്ങൾ എന്നെയും
ദിക്കുകളെയും കൂടി ദഹിപ്പിക്കുന്നു. ഇവരുടെ ഈ നോട്ടം എനിക്ക് തന്നെ പേടി തോന്നുകയാണ്. ബ്രഹ്മാവ് പറയണം, ഇവരുടെ തീക്ഷ്ണങ്ങളായ നോട്ടം കൊണ്ട് അവർ ഈ ലോകത്തെയും എന്നെയും ദഹിപ്പിക്കും. എല്ലാവർക്കും സുഖമുണ്ടാവത്തക്ക വിധം അങ്ങ് തപസ് ചെയ്യൂ. തപസ്സുകൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്ന ശേഷം പ്രജാസൃഷ്ടി ചെയ്യാം എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ പറഞ്ഞയക്കുകയാണ്. തപ ആദിഷ്ഠ ഭദ്രം തേ സർവഭൂതസുഖാവഹം തപസൈവ യഥാപൂർവം സ്രഷ്ടാ വിശ്വമിദം ഭവാൻ. തപ ആദിഷ്ഠ, തപസ് ചെയ്യൂ. തപ ആദിഷ്ഠ. സർവഭൂതസുഖാവഹം, എല്ലാ പ്രാണികൾക്കും ക്ഷേമത്തെ ജനിപ്പിക്കുന്ന, ക്ഷേമം നൽകുന്ന തപഹ, തപസ്, ആദിഷ്ഠ, ആചരിക്കൂ. എന്നിട്ടോ ഭദ്രം തേ, അങ്ങയ്ക്ക് നന്മ വരട്ടെ. സർവഭൂതസുഖാവഹം തപസൈവ യഥാപൂർവം സ്രഷ്ടാ വിശ്വമിദം ഭവാൻ. തപസ്സിൻ്റെ മാഹാത്മ്യം കൊണ്ട് പഴയതുപോലെ തന്നെ അങ്ങ് ഈ വിശ്വത്തെ സൃഷ്ടിക്കും. ഭവാൻ സ്രഷ്ടാ എന്നാണ്. യഥാപൂർവം സ്രഷ്ടാ, പഴയതുപോലെ അങ്ങ് സൃഷ്ടിക്കും തപസ്സിൻ്റെ പ്രഭാവം കൊണ്ട് എന്നങ്ങനെ ആശംസിക്കുകയാണ്. തപസൈവ പരം ജ്യോതി ഭഗവന്തമധോക്ഷജം സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. തപസൈവ, തപസാ ഏവ, പരം ജ്യോതി, ഒരുമിച്ചാകുമ്പം ജ്യോതിർഭഗവന്തം അധോക്ഷജം, പദം പിരിക്കുമ്പം ജ്യോതി ഭഗവന്തം അധോക്ഷജം സർവഭൂതഗുഹാവാസമഞ്ജസാ, പദം പിരിക്കുമ്പം സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. എന്താ പറയണത്? തപസൈവ പരം ജ്യോതി, പരം ജ്യോതി, പരമമായ ജ്യോതിസ്. തപസ്സുകൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്ന ശേഷം പ്രജാസൃഷ്ടി ചെയ്യാം എന്ന് പറഞ്ഞ് ആ തപസ്സിൻ്റെ മഹിമ പറയാണ്. പരമജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്നവനുമായ ഭഗവാനെ തപസ്സുകൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. തപസൈവ പരം ജ്യോതി ഭഗവന്തമധോക്ഷജം, തപസ്സുകൊണ്ട് പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്നവനും എന്നാൽ സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ, ആ ഭഗവാനെ കാണാൻ സാധിക്കില്ല. അധോക്ഷജം, ആ ഭഗവാൻ അധോക്ഷജനാണ്, അദൃശ്യനാണ്, ജ്യോതിസ്വരൂപനാണ്. ജ്യോതി, പരം ജ്യോതി, പരമജ്യോതിസും, അധോക്ഷജം, ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് തിരിച്ചാൽ മാത്രമേ ആ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അതാണ് സർവഭൂതഗുഹാവാസം, എന്ന എല്ലാത്തിലും ആ ഭഗവാൻ ഉണ്ട്. ഭഗവന്തം, ആ ഭഗവാൻ സർവേശ്വരനാണ്. ആ സർവേശ്വരനെ തപസാ ഏവ പുമാൻ അഞ്ജസാ വിന്ദതെ, തപസ്സുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് ആ ഭഗവാനെ ശരിക്കും പ്രാപിക്കാൻ സാധിക്കുള്ളൂ. മൈത്രേയ ഉവാച, മൈത്രേയ പറയാണ്, ഏവമാത്മഭുവാദിഷ്ടഃ പരിക്രമ്യ ഗിരാം പതിം ബാഢമിത്യമുമാമന്ത്രിയ വിവേശ തപസേവനം. ഏവം ആത്മഭുവാദിഷ്ടഃ, ഇപ്രകാരം ആത്മഭുവാ, ബ്രഹ്മാവിനാൽ, ആത്മഭൂ പറഞ്ഞ ബ്രഹ്മാവ്, ആത്മഭുവ പറഞ്ഞ ബ്രഹ്മാവിനാൽ, ഇപ്രകാരം ബ്രഹ്മാവിനാൽ ആദിഷ്ട, നിർദ്ദേശിക്കപ്പെട്ട ആര്? രുദ്രൻ. ആ രുദ്രൻ ഗിരാം പതിം പരിക്രമ്യ, ഗിരാം പതിം, വാക്കിൻ്റെ പതി ആരാത്? സരസ്വതീ വല്ലഭൻ, ആര്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ പരിക്രമ്യ, പ്രദക്ഷിണം വച്ച്, ബാഠമിതി, അങ്ങനെയാവാം എന്ന് പറഞ്ഞ്, അമും ആമന്ത്രിയ, ബാഠമിതി അമും ആമന്ത്രിയ, അതാണ് ബാഠമിത്യ അമുമാമന്ത്രിയ.
ബാഠമിത്യമുമാമന്ത്രിയ. ബാഠം ഇതി അമും ആമന്ത്രിയ. ഇങ്ങനെയാണ് അവിടെ പദങ്ങൾ. എന്നിട്ടോ തപസേ വനം ജഗാമ, അല്ലെ വനം വിവേശ. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് തപസ് ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോയി. വനം വിവേശ പറഞ്ഞ പ്രവേശിച്ചു, വനത്തിലേക്ക് പ്രവേശിച്ചു. ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാം പതിം ബാഠമിത്യമുമാമന്ത്രിയ വിവേശ തപസേവനം. എന്നിട്ടോ അഥാഭിധ്യായതഃ സർഗം ദശപുത്രാः പ്രജജ്ഞിരേ ഭഗവച്ഛക്തിയുക്തസ്യ ലോകസന്താനഹേതവഃ. പിന്നെ ആ രുദ്രൻ തപസ്സിന് പോയതിന് ശേഷം എന്തുണ്ടായി അത് പറയാണ്. രുദ്രൻ തപസ്സിന് പോയതിന് ശേഷം ബ്രഹ്മദേവൻ അഥാ സർഗം ആണ്. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സൃഷ്ടികാര്യത്തെ അഭിധ്യായതഃ, അഥാ അഭിധ്യായതഃ ആലോചിച്ചു എന്നർത്ഥം, ധ്യാനിച്ചു. തപസ്സിനെക്കുറിച്ച്, ഈ സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ടോ ഭഗവച്ഛക്തിയുക്തസ്യ, ഭഗവാന്റെ ശക്തിയോടുകൂടിയ ബ്രഹ്മാവിന് ലോകസന്താന ഹേതവഃ ദശപുത്രാः പ്രജജ്ഞിരേ, ലോകത്തിൻ്റെ തുടർച്ചയ്ക്കായുള്ള സൃഷ്ടി വർദ്ധിക്കാൻ പാകത്തിന് ദശപുത്രാः 10 പുത്രന്മാർ പ്രജജ്ഞിരേ ജനിച്ചു. എന്താ അവരുടെ പേര്? ഇതാണ് അടുത്ത ശ്ലോകത്തിൽ. മരീചിരത്രംഗിരസൗ പുലസ്ത്യഃ പുലഹ ക്രതുഃ ഭൃഗുർവസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദഃ. മരീചിരത്രംഗിരസൗ പുലസ്ത്യഃ പുലഹ ക്രതുഃ ഭൃഗുർവസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദഃ. ആരൊക്കെയത്? മരീചിരത്രംഗിരസൗ, മരീചി അത്രി അങ്കിരസ്, പുലസ്ത്യ പുലസ്ത്യൻ, പുലഹ പുലഹൻ, ക്രതു ക്രതു, ഭൃഗു വസിഷ്ഠ ആണ്, ഭൃഗു വസിഷ്ഠൻ, ദക്ഷശ്ച ദക്ഷനും, ദശമഹ തത്ര 10ാമനായി, തത്ര അവിടെ, നാരദ നാരദനും. ഇങ്ങനെ 10 പേര്. ഇനി അവരൊക്കെ എവിടെ നിന്നുണ്ടായി എന്ന് പറയാണ്. ഉത്സംഗാൻ നാരദോ ജജ്ഞേ ദക്ഷോऽങ്കുഷ്ഠാത് സ്വയംഭുവഃ പ്രാണാത് വസിഷ്ഠഃ സഞ്ജാതോ ഭൃഗുസ്ത്വജി കരാത് ക്രതുഃ പുലഹോ നാഭിതോ ജജ്ഞേ പുലസ്ത്യഃ കർണയോർഋഷിഃ അങ്കിരാമുഖതോക്ഷ്ണോത്രിർമരീചിർമനസോഭവത്. പലതവണ വായിച്ചുറപ്പിക്കണം. സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് അധികം പ്രാവശ്യം വായിക്കാത്തത്. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, പലതവണ അത് വായിക്കണം. ഉത്സംഗാൻ നാരദോ ജജ്ഞേ ദക്ഷോ അങ്കുഷ്ഠാത് സ്വയംഭുവഃ പ്രാണാത് വസിഷ്ഠഃ സഞ്ജാതോ ഭൃഗുസ്ത്വജി കരാത് ക്രതുഃ പുലഹോ നാഭിതോ ജജ്ഞേ പുലസ്ത്യഃ കർണയോർഋഷിഃ അങ്കിരാമുഖതോ അക്ഷ്ണോത്രിർമരീചിഃ മനസോഭവത്. ഓരോരുത്തർ എവിടെ നിന്നുണ്ടായെന്ന് പറയുകയാണ്. ഉത്സംഗാത് നാരദഃ, ആ ബ്രഹ്മദേവൻ്റെ ഉത്സംഗാത്, ഉത്സംഗം എന്ന് പറഞ്ഞാൽ മടി, മടിയിൽ നിന്ന് നാരദർ. അങ്കുഷ്ഠാത് പെരുവിരലിൽ നിന്ന് ദക്ഷഃ ദക്ഷൻ, ജജ്ഞെ പറഞ്ഞാൽ ജനിച്ചു എന്നർത്ഥം. പ്രാണാത് വസിഷ്ഠ, പ്രാണനിൽ നിന്ന് വസിഷ്ഠൻ. ത്വജി ഭൃഗു, ത്വക്കിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഭൃഗു. കരാത് ക്രതുഃ സഞ്ജാത, കയ്യിൽ നിന്ന്, കരം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ആരുണ്ടായി? ക്രതു ഉണ്ടായി. നാഭിതഃ പുലഹ, നാഭിയിൽ നിന്ന് പുലഹൻ ഉണ്ടായി. കർണയോ പുലസ്ത്യഃ ഋഷിഃ, കർണങ്ങളിൽ നിന്ന്, ചെവിയിൽ നിന്ന്, 2 ചെവികളിൽ നിന്ന് പുലസ്ത്യ മഹർഷി ഉണ്ടായി. പിന്നെയോ മുഖതഃ അങ്കിര, മുഖത്തിൽ നിന്ന് അങ്കിരസ മഹർഷി ഉണ്ടായി. അക്ഷ്ണോഹോ അത്രീ, കണ്ണുകളിൽ നിന്ന് അത്രി മഹർഷി. മനസഹ മരീചി, മനസ്സിൽ നിന്ന് മരീചിയും അഭവത് ഉണ്ടായി. ഇനിയോ ധർമ്മ സ്തനാത് ദക്ഷിണതഃ യത്ര നാരായണ സ്വയം അധർമ്മപൃഷ്ഠതോ യസ്മാൻ മൃത്യുർലോകഭയങ്കരഃ ഹൃദി കാമോ ഭ്രുവക്രോധോ ലോഭശ്ചാധരതച്ഛദാത് ആസ്യാദ്വാക് സിന്ധവോ മേഢ്രാൻ നിർഹൃതി പായോരഘാശ്രയഃ. ധർമ്മസ്തനാത് ദക്ഷിണതഃ യത്ര നാരായണ സ്വയം, ആ ബ്രഹ്മദേവൻ്റെ ദക്ഷിണതഃ സ്തനാത്, വലത്തെ സ്തനത്തിൽ നിന്ന് ധർമ്മം ഉണ്ടായി. എത്ര സ്വയം നാരായണ പൃഷ്ഠതഃ അധർമ്മ, പൃഷ്ഠത്തിൽ നിന്ന്, പിൻഭാഗത്ത് നിന്ന് അധർമ്മമുണ്ടായി. ഭയങ്കരമായ, ലോകഭയങ്കരനായ എന്നർത്ഥം. യസ്മാത് ലോകഭയങ്കര മൃത്യു, ലോകത്തിന് ഭീതിയെ ഉളവാക്കുന്ന ആ മരണം പ്രവർത്തിക്കുന്നു.
ഹൃദി കാമഹ, ഹൃദയത്തിൽ നിന്ന് കാമം ഉണ്ടായി. ഭ്രുവഹ ക്രോധ, ഭ്രുവിൽ നിന്ന് പുരികത്തിൽ നിന്ന് കോപമുണ്ടായി. അധര അധരതച്ഛതാത്, അധരത്തിൽ നിന്ന് കീഴ്ച്ചുണ്ടിൽ നിന്ന് ലോഭ, ലോഭമുണ്ടായി. ആസിയാത് എന്ന് പറഞ്ഞാൽ മുഖം, ആസി എന്ന് പറഞ്ഞാൽ മുഖം, മുഖത്തിൽ നിന്ന് വാക്, വാഗ്ദേവി ഉണ്ടായി. മേഢ്രാത് ലിംഗത്തിൽ നിന്ന് സിന്ധവ, സമുദ്രങ്ങളുണ്ടായി. പിന്നെ പായോഹോ അഘാശ്രയ നിർഹൃതി ച, പായുവിൽ നിന്ന് ഗുദത്തിൽ നിന്ന് ആഘാശ്രയ പാപത്തിന് ആധാരമായ നിർഹൃതി ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ വലത്തെ സ്ഥാനത്തിൽ നിന്ന് ധർമ്മൻ എന്ന ഋഷി ജനിച്ചു. ധർമ്മനിൽ നിന്നാണ് ശ്രീനാരായണ ഋഷി അവതരിച്ചത്. അതാണ് ഇവിടെ യത്ര സ്വയം നാരായണ എന്ന് പറഞ്ഞു. പിന്നെയോ ബ്രഹ്മാവിൻ്റെ പൃഷ്ഠഭാഗത്ത് നിന്ന് അധർമ്മമുണ്ടായി. ലോകത്തിന് ഭയം ജനിപ്പിക്കുന്ന മൃത്യുവിൻ്റെ ജന്മസ്ഥാനം അധർമ്മമാകുന്നു. ഹൃദയത്തിൽ നിന്ന് കാമം ജനിച്ചു. പുരുകങ്ങളിൽ നിന്ന് ക്രോധവും താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭവും മുഖത്ത് നിന്ന് വാഗ്ദേവതയായ സരസ്വതിയും മേഢ്രത്തിൽ നിന്ന് സമുദ്രങ്ങളും അതുപോലെ മൂലത്തിൽ നിന്ന് പാപത്തിന് ആശ്രയമായ നിർഹൃതിയും ജനിച്ചു. നിർഹൃതി എന്നുള്ളത് രാക്ഷസന്മാരുടെ പതി ആണ്. അഷ്ടദിക്പാലന്മാരിലൊരാളാണ്. തെക്ക് പടിഞ്ഞാറേ കോണിൻ്റെ അധിപതിയായിട്ടാണ് നിർഹൃതിയെ പറയാറ്. അതൊക്കെയാണ് നിർഹൃതിയെ പറ്റി കൂടുതൽ. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. ഛായായാ കർദ്ദമോജജ്ഞേ ദേവഹൂത്യാ പതിപ്രഭു മനസോ ദേഹതശ്ചേദം ജജ്ഞേ വിശ്വകൃതോ ജഗത്. ഛായായാ കർദ്ദമോജജ്ഞേ ദേവഹൂത്യാ പതിപ്രഭു, ദേവഹൂതിയുടെ പതിയായ ആ കർദ്ദമൻ ഇവിടെ നിന്നുണ്ടായി. ഛായായാ, ബ്രഹ്മദേവൻ്റെ ആ ഛായയിൽ നിന്ന്, നിഴലിൽ നിന്നർത്ഥം. ജജ്ഞി എന്ന് പറഞ്ഞാൽ ജനിച്ചു. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് തപോധനനായ ദേവഹൂതിയുടെ ഭർത്താവായ ആ കർദമ പ്രജാപതി ജനിച്ചു. ഇങ്ങനെ ഇപ്രകാരം ലോകകർത്താവായ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജഗത്തുണ്ടായി. ഇതാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ടോ വാചം ദുഹിതരം തന്വീം സ്വയം ഭൂർഹരതീം മനഃ അകാമാം ചകമേ ക്ഷത്തഃ സകാമ ഇതി നശ്രുതം. എന്നിട്ട് വിതുര, മുഖത്തു നിന്നും ജനിച്ചവളും തന്നിൽ കാമം വയ്ക്കാത്തവളും പുത്രിയുമായ സരസ്വതിയെ കണ്ട് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ കാമവികാരമുണ്ടായി എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. മൈത്രേയ മഹർഷി വിതുരരോട് പറയാണ്, വാചം ദുഹിതരം തന്വീം ആണ്. ക്ഷത്തഃ ആണ്. ക്ഷത്തഃ പറഞ്ഞാൽ അയ്യോ വിതുരരുടെ പേരാണല്ലോ. സ്വയംഭൂഹു സകാമഃ അകാമാം മനഃ ഹരതീം തന്വീം ദുഹിതരം വാചം ചകമേ ഇതി നശ്രുതം. സ്വയംഭൂ ബ്രഹ്മാവ് സകാമഃ കാമവാനായിട്ട് അകാമാം തന്നോട് കാമമില്ലാത്തവളായ ആ സുന്ദരിയായ ദുഹിതരം തൻ്റെ പുത്രിയുമായ സരസ്വതിയെ ചകമേ കാമത്തോടുകൂടി അടുത്തേക്ക് പോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാന്മാരുടെ അപരാധം അറിഞ്ഞാലും പുറത്ത് പറയരുതെന്നാണ് വിദ്വാൻമാരുടെ മതം. അതുകൊണ്ടാണ് സത്യമായ കാര്യമാണെങ്കിലും കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ കാമം എന്ന വൃത്തി മനസ്സിന് സമോഹമുണ്ടാക്കുമെന്നും അത് ശരീരനാശത്തിന് ഇടയാക്കും എന്ന് വ്യക്തമാക്കാനാണ് ഈയൊരു കഥ സൂചിപ്പിക്കുന്നത്. ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഏത് മഹാത്മാവായാലും ഈ കാമത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ബ്രഹ്മാവ് പോലും മോഹിച്ചു എന്ന് കാണിക്കുകയാണ്. തമധർമ്മേ കൃതമതിം വിലോക്യ പിതരം സുതാഹ മരീചിമുഖ്യ മുനയോ വിശ്രംഭാത് പ്രത്യബോധയൻ. തമധർമ്മേ കൃതമതിം, അധർമ്മേ കൃതമതിം, അധർമ്മത്തിൽ അല്ലെങ്കിൽ ധർമ്മമല്ലാത്തതിൽ കൃതമതിം, മതി പറഞ്ഞ ബുദ്ധി ചെലുത്തിയ തം പിതരം, ആ പിതാവിനെ കണ്ടിട്ട്
വിലോക്യ കണ്ടിട്ട് മരീചിമുഖ്യ മുനയ മരീചി മുതലായിട്ടുള്ള പുത്രന്മാർ വിശ്രംഭാത് പ്രത്യബോധയൻ വിശ്വാസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? നൈതത്പൂർവൈ കൃതം ത്വദ്യേ ന കരിഷ്യന്തി ചാപരേ യത്വം ദുഹിതരം ഗച്ഛേരനിഗൃഹ്യാംഗജം പ്രഭു. നൈതത്പൂർവൈ കൃതം ത്വദ്യേ ന കരിഷ്യന്തി ചാപരേ യത്വം ദുഹിതരം ഗച്ഛേഃ അനിഗൃഹ്യ അംഗജം പ്രഭു. എന്താ പറഞ്ഞത്? നൈതത്പൂർവൈ കൃതം, ഇങ്ങനെയൊന്ന് മുമ്പുള്ളവരാൽ ചെയ്യപ്പെട്ടതല്ല. പൂർവൈഹി ന കൃതം, ഇങ്ങനെയൊരു വിഡ്ഢിത്വം ഇതിൻ്റെ മുമ്പ് ആരും ചെയ്തിട്ടില്ല. അപരേ ഏച്ച ന കരിഷ്യന്തി, ഇനിയുള്ള വിദ്വാൻമാരാരും ഇങ്ങനെ ചെയ്യൂല. അല്ലയോ പ്രഭോ, പുത്രി സംയോഗത്തിനായി പ്രേരിപ്പിക്കുന്ന അങ്ങയുടെ ഉള്ളിലുള്ള ഈ കാമവികാരത്തെ അടക്കാതെ അതിനൊരുങ്ങുന്നതായ ഈ അധർമ്മം അങ്ങയുടെ പൂർവന്മാരായ ബ്രഹ്മദേവന്മാർ ചെയ്തിട്ടില്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന ബ്രഹ്മാവുമാരും ചെയ്യില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യരുതേ, ഇത് ശരിയല്ല എന്ന് വിലക്കാണ്. ത്വം നിഗൃഹ്യ, എന്ത്? അംഗജം നിഗൃഹ്യ, കാമവികാരത്തെ, അംഗജം എന്ന് പറഞ്ഞാൽ കാമവികാരത്തെ, അനിഗൃഹ്യ, നിഗൃഹ്യ എന്നല്ല അനിഗൃഹ്യ, നിയന്ത്രിക്കാതെ, ദുഹിതരം പുത്രിയെ ഗച്ഛേഹെ, പുത്രിയെ പ്രാപിക്കാൻ ഒരുങ്ങുന്നുവല്ലോ, ഇത് ശരിയല്ല എന്ന് ബോധിപ്പിച്ചു. തേജീയസാമപി ഹ്യേതന്ന സുശ്ലോക്യം ജഗദ്ഗുരോ. തേജീയസാമപി ഹ്യേതത് ന ശുശ്ലോക്യം ജഗദ്ഗുരോ യദ്വൃത്തമനുതിഷ്ഠൻ വൈ ലോക ക്ഷേമായ കൽപ്പതേ. തേജീയസാം അപി, എന്താർത്ഥം? വലിയ യോഗ്യന്മാർക്ക്, മഹിമാശാലികൾക്ക്, ഏതത് ഈയൊരു സമ്പ്രദായം, അപിഹി സുശ്ലോക്യം ന, പ്രത്യേകിച്ചും ശ്ലാഘനീയമല്ല. യോഗ്യന്മാർ, കേമന്മാർ, മഹാത്മാക്കൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നർത്ഥം. ജഗദ്ഗുരോ, ലോകത്തിന് മുഴുവൻ ആചാര്യനായിട്ടുള്ളവനെ, ലോകഹ വൈ യദ് വൃത്തം, ലോകം ആകെയും യാതൊരുവരുടെ ആചരണത്തെ അനുതിഷ്ഠൻ, അനുഷ്ഠിച്ചുകൊണ്ട് ക്ഷേമായ കൽപ്പതേ, നന്മയിലേക്ക് ഉതകേണമോ. ഈ ലോകത്തിന് സദാചാരം, ലോകത്തിൽ സദാചാരം നിലനിർത്തേണ്ടതായ ആളുകൾ തന്നെ അതിന് വിരുദ്ധമായിട്ട് ചെയ്താലോ? ലോകത്തിന് സദാചാരം നിലനിർത്തേണ്ടതായ അങ്ങയുടെ ഈ അധർമ്മ പ്രവൃത്തി ലോകം അംഗീകരിച്ചു തുടങ്ങിയാൽ അവർക്ക് ക്ഷേമമുണ്ടാവില്ല. നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കൾക്ക്, അതിതേജസ്വിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ കർമ്മം അധപ്പതനൊന്നും ഉണ്ടാക്കില്ലെങ്കിലും നിങ്ങളുടെ സൽകീർത്തിക്ക് ഹാനിയുണ്ടാവും. ഇത് ശ്ലാഘനീയമല്ല എന്തൊക്കെ പറഞ്ഞാലും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവിനെ ഈ അധർമ്മപഥത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ആ മരീചി മുതലായിട്ടുള്ള പുത്രന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. തസ്മൈ നമോ ഭഗവതേ യ ഇദം സ്വേന രോജിഷ ആത്മസ്ഥം വ്യഞ്ജയാമാസ സധർമ്മം പാതുമർഹതി എന്നാണ്. തസ്മൈ നമോ ഭഗവതേ യ ഇദം സ്വേന രോജിഷ, സ്വേന രോജിഷ ആണ്. സ്വേന രോജിഷ, സ്വകീയ വിജ്ഞാനത്താൽ, യാതൊരു ഭഗവാൻ തൻ്റെ ജ്ഞാനത്താൽ, സ്വീയ ജ്ഞാനപ്രഭയാൽ ആത്മസ്ഥം ഇതം, തന്നിരിക്കുന്ന ഈ വിശ്വത്തെ, യഹ വ്യഞ്ജയാമാസ, ഏതൊരു ഭഗവാൻ തൻ്റെ വിജ്ഞാനത്താൽ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ പ്രപഞ്ചമാക്കി പ്രകാശിപ്പിച്ചുവോ, അതാണ് നാമരൂപാത്മകമായി പ്രകാശിപ്പിച്ചുവോ, അതാണ് വ്യഞ്ജയാമാസ. തസ്മൈ ഭഗവതേ നമഃ, അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തിനായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. സഹ ധർമ്മം പാതും അർഹതി,
ആ ജ്ഞാനസ്വരൂപൻ ധർമ്മത്തെ രക്ഷിക്കാൻ അർഹിക്കുന്നു. അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ആ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. സ ഇത്തം ഗൃണതഃ പുത്രാൻ പുരോ ദൃഷ്ട്വാ പ്രജാപതീൻ പ്രജാപതിപതിസ്തന്വം തത്യാജ വ്രീഡിതസ്തദാ താം ദിശോ ജഗൃഹുഃ ഘോരാം നീഹാരം യദ്വിദുസ്തമഃ. ഇങ്ങനെ പറയുന്ന പുത്രന്മാരെ മുമ്പിൽ കണ്ട സമയത്ത് ലജ്ജിച്ചു ബ്രഹ്മദേവൻ. താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പുറപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ലജ്ജ തോന്നി. അദ്ദേഹം തൻ്റെ ആ ശരീരത്തെ തന്നെ ഉപേക്ഷിച്ചു. ദിക്കുകൾ ആ ശരീരത്തെ സ്വീകരിച്ചു. ദിക്കുകളിൽ അന്ധകാര രൂപമായി കാണപ്പെടുന്ന മഞ്ഞ് ബ്രഹ്മാവിൻ്റെ ഈ ദേഹമായിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് വർണ്ണിച്ചത്. സ ഇത്തം ഗൃണതഃ പുത്രാൻ. സ ഇത്തം ഇത്തം ഇപ്രകാരം, ഗൃണതഃ പറഞ്ഞുകൊണ്ട്, പുരഹ പ്രജാപതീൻ മുന്നിൽ നിൽക്കുന്ന, പുരഹ മുന്നിൽ, പ്രജാപതീൻ പ്രജാപതി ബ്രഹ്മാവിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന, പുത്രാൻ ദൃഷ്ടുവ പുത്രന്മാരെ, മരീചി മുതലായിട്ടുള്ള പുത്രന്മാരെ കണ്ടിട്ട് ആ പ്രജാപതി, ആ ബ്രഹ്മദേവൻ, വ്രീഡിത കഷ്ടമായി തോന്നി, ലജ്ജിച്ചു. വ്രീഡിത പറഞ്ഞാൽ ലജ്ജിച്ചു. താൻ തൻ്റെ മകളുടെ പിന്നാലെ പോയല്ലോ, കഷ്ടം തോന്നി. തൻ്റെ പുത്രന്മാർ പറഞ്ഞപ്പോഴാണ് തൻ്റെ അബദ്ധം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ഈ ശരീരം തന്നെ ഒരു ഭാരമായിട്ട് തോന്നുകയാണ്. ആ ശരീരം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. തത്യാജ പരിത്യജിച്ചു. ആ ശരീരത്തെ, ആ ഭീമമായ ശരീരത്തിനെ, ആ ഘോരാം താം ദിശഃ ജഗൃഹുഃ, ആ ഭീമമായ ശരീരത്തെ ദിക്കുകൾ സ്വീകരിച്ചു. നീഹാരം തമഹ വിദുഹു, മൂടൽമഞ്ഞ് എന്ന ആ ഒരു സംഗതി, അത് അദ്ദേഹത്തിൻ്റെ ഈ ശരീരമാണെന്ന് പറയുന്നു. വ്യക്തമായില്ലേ പറഞ്ഞതൊക്കെ? താനൊരു മോശം കാര്യം ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് ബ്രഹ്മദേവൻ്റെ മക്കളായ മരീചി മുതലായിട്ടുള്ള മക്കൾ വിലക്കുകയാണ്. അങ്ങ് മറ്റുള്ളവർക്ക് മാതൃകാപരനായി ജീവിക്കേണ്ടവനല്ലേ? അങ്ങയെ അനുസരിച്ചാൽ നന്മയുണ്ടാകുമെന്ന് കരുതി എത്ര ജനങ്ങളാണ് അങ്ങയുടെ ആചാരത്തെ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത്? മറ്റുള്ളവരുടെ ബഹുമാന ആദരങ്ങൾക്ക് പാത്രീഭൂതനായ അങ്ങയുടെ ഈ പ്രവൃത്തി ഇത് ഒട്ടും ശരിയല്ല. എല്ലാവരും അങ്ങയെ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങ് ഇങ്ങനെ പുറപ്പെട്ടാൽ അത് പ്രയാസമായിട്ട് മാറും എന്ന് പറഞ്ഞ് ആ ബ്രഹ്മദേവനെ ഈയൊരു മോശം കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണേ എന്ന് പരബ്രഹ്മത്തോട്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അവർ. ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മദേവൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്രഹ്മദേവനോടും അതുപോലെ ഭഗവാനെ തന്നെ സ്തുതിച്ച് തൻ്റെ ഈയൊരു പ്രവൃത്തി മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ കുട്ടികളെ കണ്ടപ്പം ബ്രഹ്മദേവന് തൻ്റെ ആ അവസ്ഥ ആലോചിച്ച് ലജ്ജ തോന്നി. ലജ്ജിതനായ ബ്രഹ്മാവ് തൻ്റെ ആ നിന്ദ്യ ശരീരം ഉപേക്ഷിച്ചു. ആ ഭയങ്കരമായ ശരീരത്തെ ദിക്കുകൾ സ്വീകരിച്ചു. അതാണ് മൂടൽമഞ്ഞായി തീർന്നത് എന്നാണ്. ബ്രഹ്മാവ് ഉടനെ തന്നെ സങ്കല്പം കൊണ്ട് മറ്റൊരു നല്ല ശരീരം സ്വീകരിക്കുകയാണ്. ഇനി അതിനുശേഷമുള്ള ഭാഗം നമുക്ക് അടുത്ത പഠനത്തിൽ കാണാം. ഇപ്പം നമ്മൾ 33 വരെയുള്ള ശ്ലോകങ്ങൾ കണ്ടു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.